നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞയാഴ്ച നമ്മുടെ മക്കളുടെ റിസൾട്ടിനോടനുബന്ധിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അവരുടെ ദുനിയാവിലുള്ള വിജയം നമ്മൾക്ക് എത്രമാത്രം സന്തോഷമാകുന്നു എങ്കിൽ അതിനേക്കാളും പ്രധാനമുള്ള നമ്മുടെ മക്കളുടെ പാരത്രിക വിജയത്തിന് വേണ്ടിയും നമ്മൾ അധ്വാനിക്കണമെന്നും, ഇല്ല എങ്കിൽ അതിൻ്റെ നഷ്ടം രണ്ട് ലോകത്തും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നതുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. ഇന്ന് അതിൻ്റെ മറ്റൊരു ഭാഗം, ഇപ്പോൾ നമ്മളുടെ വീടുകളിലെല്ലാം വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ കഴിഞ്ഞ് തുടർ പഠനത്തിന് വേണ്ടിയുള്ള ആലോചന സജീവമായി തുടങ്ങുന്ന ഒരു സമയമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ നമ്മുടെ മക്കളോ പേരക്കുട്ടികളോ കുടുംബത്തിലെ ആരും അടുത്ത ഒരു മേഖലയിലേക്കുള്ള കോഴ്സിനെക്കുറിച്ച്, സ്ഥാപനത്തെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. +2 കഴിഞ്ഞ അല്ലെങ്കിൽ സമാനമായ കോഴ്സ് കഴിഞ്ഞവർ ഡിഗ്രി തലത്തിലുള്ള മികച്ച കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അതിന് നാട്ടിലാണോ പുറത്താണോ, ഏതാണ് സൗകര്യം, ഏതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്, എല്ലാം ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി വ്യത്യസ്തങ്ങളായ കോഴ്സുകളിൽ, ഓൺലൈൻ കോഴ്സുകളിൽ, കരിയർ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുകയും അറിവുള്ളവരോട് അന്വേഷിക്കുകയും സീറ്റുകൾക്ക് വേണ്ടി പറഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ ഒരവസരത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട 1-2 ചിന്തകൾ ഈ വിഷയ സംബന്ധിയായി പറയൽ നിർബന്ധമാണ്. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം, ആമുഖമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ കാലഘട്ടത്തിലുള്ളതുപോലെയല്ല ഇപ്പോഴത്തെ തുടർ പഠനം എന്നുള്ളത്. മുന്നിലിരിക്കുന്ന നമ്മുടെ മഹല്ലിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും നമ്മുടെ പഠനവും നമ്മൾ എത്തിപ്പെട്ട മേഖലയും തമ്മിൽ വലിയ ബന്ധമൊന്നും മുമ്പത്തെ കാലഘട്ടത്തുണ്ടായിരുന്നില്ല. പഠനവും തുടർ പഠനവും ഒക്കെ ഒരു ഭാഗത്തും നമ്മൾ എത്തിപ്പെടുന്ന മേഖലകൾ മറ്റൊരു ഭാഗത്തുമായിരുന്നു. എന്നാൽ പുതിയ തലമുറ അങ്ങനെയല്ല. പുതിയ തലമുറ അവരുടെ ജീവിതത്തിലെ പഠനവും തുടർ പഠനവുമാണ് അവരുടെ ഭാവിയുടെ വരുമാനം, ഭാവിയിലുള്ള അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലെയും സുപ്രധാനമായ പങ്ക്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയും ധിഷണയോടുകൂടിയും മതപരമായും ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ പുതിയ തലമുറയെ, പുതിയ നമ്മുടെ മക്കളെയും പേരമക്കളുടെയും തുടർ പഠനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞയക്കേണ്ടതും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതും. അതിൽ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടുമായി 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എത്തിപ്പെടുന്ന, നമ്മൾ തെരഞ്ഞെടുക്കുന്ന വഴിയിൽ അള്ളാഹുവിന്
ഇഷ്ടപ്പെട്ട ജോലിയിലേക്കുള്ള വഴിയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഒന്നുകൂടി പറയാണ്, മക്കൾക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി, നമ്മൾ തെരഞ്ഞെടുക്കുന്ന വഴി, അതിൽ നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന ജോലി അള്ളാഹു അനുവദിച്ച, അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ജോലിയാണ്, ആ വഴിയിലാണ് ഞാനൊരു കോഴ്സ് തെരഞ്ഞെടുക്കുന്നത് എന്ന ഉറച്ച ബോധ്യം നമ്മൾക്കുണ്ടാകണം. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? നമ്മളിൽ, നമ്മുടെ മക്കളിൽ ഭൂരിപക്ഷം ആളുകളും 10ാം ക്ലാസ്സിനും പ്ലസ് ടുവിനും ശേഷവും ഇനി മറ്റുള്ള ക്ലാസ്സുകൾക്ക് ശേഷവും ഒരു ഉയർന്ന പഠനത്തെ അവർ തെരഞ്ഞെടുക്കുന്ന ഒരു ജോലിയെ മുന്നിൽ കണ്ടിട്ടാണ്. നമ്മുടെ മക്കളൊക്കെ, നമ്മളെല്ലാവരും, ബാപ്പയായ നമ്മളൊക്കെ എത്ര വർഷം പഠിച്ചാലാണ് അവർക്ക് ഈ മേഖലയിൽ ജോലി കിട്ടുക, എത്ര പണം ചെലവഴിച്ചാലാണ് ഈ മേഖലയിൽ അവർക്ക് പെട്ടെന്ന് പഠിച്ചുയരാൻ കഴിയുക, എല്ലാം ജോലി സംബന്ധമാണ് പഠനം. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഒരു കോഴ്സ് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ആ കോഴ്സിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ജോലികളെ കുറിച്ച് വിദ്യാർത്ഥികൾക്കും പറഞ്ഞയക്കുന്ന, പണം ചെലവഴിക്കുന്ന രക്ഷിതാക്കളായ നമ്മൾക്കും പൂർണ്ണ ബോധ്യമുണ്ടാകണം. അതുവഴി നമ്മുടെ കുട്ടിക്ക് കിട്ടുന്ന ജോലി പടച്ചവൻ ഹലാലാക്കിയ മാർഗത്തിലുള്ളതാണ് എന്ന്. എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടിയുടെ പഠനം കഴിഞ്ഞ് അവന് കിട്ടുന്ന ജോലി ഹലാലായെങ്കിലേ അവന്റെ വരുമാനം ഹലാലാവുകയുള്ളൂ. ആ വരുമാനം ഹലാലായെങ്കിലേ അവന്റെ ദുനിയാവിലെയും പരലോകത്തിലെയും ജീവിതം സന്തോഷകരമാവുകയുള്ളൂ. അവിടെയെങ്ങാനും അവൻ എത്തിപ്പെടുന്ന ജോലി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, നിഷിദ്ധമാക്കിയ ജോലിയുടെ മേഖലയാണെങ്കിൽ ഈ ലോകത്തും പരലോകത്തും നമ്മുടെ കുട്ടിയും നമ്മളും അനുഭവിക്കാൻ പോകുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ജീവിതമായിരിക്കും. അതിന്റെ ദുരന്തം നമ്മളുടെ കുടുംബവും നമ്മുടെ മക്കളും അനുഭവിക്കും എന്നത് തീർച്ചയാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഇത് വേണ്ടത് തുടക്കത്തിലാണ്. പലപ്പോഴും ഇത് പറയാനുള്ളൊരു കാരണമുണ്ട്. എത്രയോ നല്ലവരായ വിദ്യാർത്ഥികൾ അവർ ഒരു കോഴ്സിന് തെരഞ്ഞെടുക്കുന്ന സമയത്ത് കൂട്ടുകാരെയോ അപ്പോഴത്തെ ട്രെൻഡോ ഏതെങ്കിലും ഒരു കൗൺസിലറുടെയോ ഏതെങ്കിലും ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുന്ന ആളുടെ മോട്ടിവേഷനിൽ ഉൾപ്പെട്ട് അവരുടെ താല്പര്യത്തിൽ ഒരു കോഴ്സിന് തെരഞ്ഞെടുക്കും. എന്നിട്ടത് പഠിച്ച്, നന്നായി പഠിച്ച് നല്ല മാർക്കോട് കൂടി എത്തി ഒരു ജോലിയിലേക്ക് എത്തുമ്പോഴാണ് പിന്നീട് നമ്മൾക്ക് മനസ്സിലാവുക, നമ്മുടെ മക്കൾക്ക് മനസ്സിലാവുക, അവരെത്തിപ്പെട്ട ജോലി അള്ളാഹു നിരോധിച്ച വരുമാനത്തിന്റെ മാർഗമാണ്. 5 കൊല്ലം പഠനം കഴിഞ്ഞു, 4 കൊല്ലം പഠനം കഴിഞ്ഞു, 3 കൊല്ലവും 3.5 ലക്ഷവും അതിനുവേണ്ടി ഫീസൊക്കെ കെട്ടിക്കഴിഞ്ഞു. പഠിച്ച് അവന്റെ അവസാനത്തെ പരീക്ഷ അവൻ എഴുതുമ്പോഴാണ് അവൻ കേൾക്കുന്നത്, ഞാൻ ഈ ജോയിൻ ചെയ്യാൻ പോകുന്ന, ഇത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ജോലി അള്ളാഹു നിരോധിച്ച മാർഗത്തിലാണ്. ഇങ്ങനെ സങ്കടപ്പെടുന്ന ആയിരക്കണക്കിന് മുസ്ലിം കുട്ടികളുണ്ട്. അതിൽ നമ്മൾ ഉൾപ്പെടരുത് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളൊരു കോഴ്സിന്, ഏത് കോഴ്സ് ആകട്ടെ, ചേരുന്നതിന്റെ മുമ്പ് ഇതിന്റെ ജോലി സാധ്യതയിൽ മഹാഭൂരിപക്ഷവും ഹറാമിന്റെ മേഖലയാണെങ്കിൽ അത് ഒഴിവാക്കാനും, അല്ല ഇതുവഴി എനിക്ക് കിട്ടുന്ന ജോലി പടച്ചോന് തൃപ്തിപ്പെട്ട നല്ല ഒരു ജോലിയും അതുവഴി നല്ല ഒരു വരുമാനവുമാണ് എന്ന് ഉറപ്പുള്ള കോഴ്സുകൾക്കാണ്, വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഞാൻ ഇന്നും ആലോചിക്കുന്നു, ഒരു നല്ലവനായ യുവാവ്, അവൻ വിളിച്ചുകൊണ്ട് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ സംസാരത്തിൽ അവസാനം പറഞ്ഞെന്തറിയോ? മാഷേ, ഞാൻ എന്റെ പഠനത്തിൽ നല്ല മികച്ച വിദ്യാർത്ഥിയാണ്. ആ പഠനം കഴിഞ്ഞ് കുടുംബത്തിലെ 1-2 ആളുടെ നിർദ്ദേശം കഴിഞ്ഞ് അവരുടെ നിർദ്ദേശപ്രകാരം ഉന്നതമായ പഠനത്തിന് പോയി. അവിടെ ഏറ്റവും മികച്ച മേഖലയിൽ ഞാൻ തിളങ്ങി. അവസാനം ഞാൻ ജോലി ചെയ്യാൻ, ഞാൻ 2ാമത്തെ വർഷമാണ് ജോലി ചെയ്യുന്നത്. ആ കമ്പനിയിൽ ഏറ്റവും മികച്ച ശമ്പളക്കാരിൽ ഒരാളാണ്. പക്ഷെ എന്റെ ജോലി, ഞാൻ ഇപ്പൊ ഖുത്ബ കേൾക്കുമ്പോഴാണ് മനസ്സിലാണത്, എന്റെ ജോലി ആ കമ്പനിയിലെ പലിശ കൂട്ടുകയും പലിശ കുറയ്ക്കുകയും പലിശ ഹരിക്കുകയും പലിശ കൃത്യപ്പെടുത്തുകയും പലിശ ക്ലിപ്തപ്പെടുത്തുകയും ചെയ്യലാണ് എന്റെ ജോലി. ആ കമ്പനി ഏറ്റവും മികച്ച ജോലിയാണ്. പക്ഷെ എന്റെ സമയത്തിൽ കൂട്ടലും ഹരിക്കലും 90% പലിശയുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. ബാക്കിയുള്ള കണക്കൊക്കെ എന്റെ ജൂനിയേഴ്സാ ചെയ്യണത്. പക്ഷെ ഏറ്റവും ടോപ്പ് ഭാഗം ഞാനാണ്. അത് പലിശ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ആ കുട്ടിന്റെ ചോദ്യമാണ്. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, അവൻ നന്നായി അധ്വാനിച്ചതാണ്. പക്ഷെ അവൻ നമ്മൾക്ക് പറഞ്ഞു തരാൻ, റസൂലുള്ളാഹിന്റെ ഹദീസിൽ തന്നെ മൗലവി ഞാൻ കേട്ടതാണ്. എന്താ റസൂൽ പറഞ്ഞത്? ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചു, ആക്കിലുർ റിബാ വമൂക്കിലഹു വകാതിബഹു വശാഹിദൈഹി, പലിശ തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ പോരാ, അതിന്റെ കണക്ക് ബോധപൂർവം എഴുതുന്നവൻ,
അതിന് സാക്ഷി നിൽക്കുന്നവൻ. അവസാനത്തെ വാക്കെന്തറിയോ? കുല്ലുഹും സവാഉൻ. ശിക്ഷയുടെ വിഷയത്തിൽ തിന്നുന്നവനും തീറ്റിക്കുന്നവനും കണക്കെഴുതുന്ന ജോലി ചെയ്യുന്നവനും ആ ജോലിയിലൊന്നും ഇടപെടാതെ ചെങ്ങാതിയല്ലേ സാക്ഷി നിൽക്കാമെന്ന് പറഞ്ഞ് അവന് പലിശയുടെ വിഷയത്തിൽ സാക്ഷി നിൽക്കുന്നവനും കുറ്റത്തിൽ സമാനമാണ്. സഹോദരങ്ങളെ, ഞാൻ എന്റെ ജോലി ചെയ്തു തുടങ്ങുമ്പോഴാണ് ഇത്രയും കാലം പഠിച്ചതും ഇപ്പോൾ അധ്വാനിക്കുന്നതും തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന എത്ര സങ്കടകരമാണ്. ഇതുണ്ടായിക്കൂടാ. ഏറ്റവും പ്രധാനമായ കാര്യം വിശിഷ്യ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളും പറയാൻ, ഒരിക്കലും നമ്മുടെ മക്കളുടെ വരുമാന മാർഗം ഹറാമായ വഴിയുള്ളൊരു കോഴ്സ് നിങ്ങൾ തെരഞ്ഞെടുക്കരുത്. അങ്ങാടിയിൽ ഒരുപാട് ഷർട്ടില്ലേ, അങ്ങാടിയിൽ ഒരുപാട് കടകളില്ലേ, ആ കടകളിൽ അതിലെ 90% നമുക്ക് ഹലാലായ വസ്ത്രമാണ്. പക്ഷെ കുറച്ച് നമുക്ക് ഇടാൻ പാടില്ലല്ലോ. ഇല്ല, അതുപോലെയാണ് കോഴ്സും. നാട്ടിൽ 1000 കോഴ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. മക്കളോടാ പറയണത്, വാപ്പാടും മാടും. 1000 കോഴ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. 950 കോഴ്സും നമുക്ക് ചേരാം. പക്ഷെ 50 കോഴ്സുകൾ നമുക്ക് ചേരാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അതിന്റെ രീതിയോ അതിന്റെ വരുമാന മാർഗമോ അള്ളാഹു നിരോധിച്ച മാർഗമായിരിക്കും. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് പടച്ചോൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ചേരാൻ പാടുള്ളൂ. ആലോചിക്കുന്നു, എത്രയോ മക്കൾ കേരളത്തിന് പുറത്ത് പഠനം കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അവൻ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്കൊരു സംശയം ചോദിക്കാനാണ്. നമ്മൾ വാട്സപ്പ് ചെയ്യൂ. വാട്സപ്പിൽ അവൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ജോലിയുടെ ഭാഗമായി കോഴ്സ് കഴിഞ്ഞു, ട്രെയിനിങ് കഴിഞ്ഞു, ജോലിയുടെ ഭാഗമായിട്ട് വലിയ 4 സ്റ്റാർ ഹോട്ടലിലാണ് ജോലി. ആ ജോലിയിൽ ഗസ്റ്റുകൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ബിയറും വൈനും കൊണ്ടുപോയി കൊടുക്കണം. ജോലിന്റെ ഭാഗമാണ്, ബിയറും വൈനും കൊണ്ടുപോയി കൊടുക്കണം. ഇത് നമ്മൾക്ക് പാടില്ലല്ലോ. ഞാൻ 2-3 തവണ കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് മനസ്സിൽ ഇങ്ങനെ കുറ്റബോധം വന്നത്, ഇത് പാടില്ലല്ലോ എന്ന് ഹദീസുകൾ പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, ആ കുട്ടി തിരിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് മെല്ലെ പോന്നു മൗലവി. ഇപ്പോൾ അൽഹംദുലില്ലാ കുറച്ച് സ്റ്റാർ കുറച്ച് താഴ്ന്നതാണെങ്കിലും ഞാൻ മറ്റൊരു ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. എന്തേ സഹോദരങ്ങൾ, ആ കുട്ടിന്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തതിന് കാരണം അവൻ പഠിക്കാത്തോണ്ടല്ല, അവൻ എത്തിപ്പെട്ട ജോലിയിൽ പ്രവാചകന്റെ വാക്കെന്തറിയോ? ലഅനല്ലാഹുൽ ഖംറ. കള്ളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും അള്ളാഹു നിരോധിച്ചു. 10 കാര്യങ്ങൾ പറയാൻ, അതിലൊന്നെന്തറിയോ? വഹാമിലഹ, അത് വഹിച്ചു കൊണ്ടുപോവുക. വമഹ്മൂലത്തിൻ അലൈഹി, അതിനെ വഹിപ്പിക്കുക. വആകിലു തമനിഹ, അതുമായി ബന്ധപ്പെട്ട വരുമാനം ഒരാൾ കഴിക്കുക. സഹോദരങ്ങളെ, ഞാൻ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഞാൻ ജോലി ചെയ്യുമ്പം ഹലാലായ ഒരുപാട് ജോലിയുണ്ട്. പക്ഷെ അതിൽ ഹറാമിന്റെ വഴിയിലേക്ക് എത്തിക്കൂടാ എന്നത് എനിക്കൊരു ദൃഢനിശ്ചയം ഉണ്ടാകണം. ആ വഴി ഞാൻ അടക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും മക്കളോടും വളരെ ഗൗരവത്തിൽ ഇനി ഒരു കാര്യം കൂടി പറയാൻ. അതെന്താണെന്ന് അറിയോ? നമ്മൾ വിശ്വാസികളാണ്. അതുകൊണ്ടാണ് ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പം ഈ വിഷയം നമ്മൾ സംസാരിക്കാനുള്ള കാരണം. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് എന്താ അറിയോ? പ്രവാചകന്റെ വാക്ക്, യഅതി അലന്നാസി സമാൻ. ഇത് ശരിക്ക് കേൾക്കണം. ജനങ്ങൾക്കൊരു കാലഘട്ടം വരും. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? ലാ യുബാലി അൽ മർഉ, മനുഷ്യന്മാര് പരിഗണിക്കൂല. അതുവരെയുള്ള ഒരു വാപ്പാരും വല്യാപ്പാരും അവരുടെ ഉസ്താദുമാരും പരിഗണിച്ച പോലെ പരിഗണിക്കൂല. മാ അഖദ മിൻഹു, താൻ സമ്പാദിക്കുന്നതിനെ കുറിച്ച് അവർ പരിഗണിക്കൂല. എന്താ പരിഗണിക്കാത്ത? പൈസ കുറഞ്ഞതും കൂടുതലും പരിഗണിക്കൂല, വൽപ്പവും ചെറുപ്പം പരിഗണിക്കൂല. അല്ല, പിന്നെയോ അമിൻ ഹലാൽ അം അൽ ഹറാം, എനിക്ക് കിട്ടുന്ന ജോലി വഴി കിട്ടുന്ന വരുമാനം ഹലാലാണോ ഹറാമാണോ എന്നവർ പരിഗണിക്കാതെ ഏത് കിട്ടിയാലും അതെന്റെ പാഷനാണ്. ഞാൻ എന്റെ മക്കളോട് പറയട്ടോ, അതെന്റെ പാഷനാണ്, അതെന്റെ താല്പര്യമാണ്, എന്റെ ഇഷ്ടം ആ ജോലി ചെയ്യാനാണ്. അതിന്റെ മതൊന്നും ഞാൻ നോക്കൂല. അതിന് പിന്നെ ഞാൻ റമളാൻ മാസത്തിൽ സ്വതക്ക കൊടുത്താൽ മതി, ഞാൻ ഉദ്ഹിയത്തിന് ചേർന്നാ മതി, ഞാൻ എന്റെ വാപ്പാക്കും ഉമ്മാക്കും മരുന്ന് കൊടുത്താൽ മതി, അതിന്റെ വഴി എനിക്ക് ഹലാലാണോ ഹറാമാണോ എന്ന് ഞാൻ നോക്കൂല എന്ന് പറയുന്നൊരു തലമുറ വരും. ഇത് ഇന്ന് നമ്മൾ കാണുകയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മേഖല ഏതറിയോ? സിനിമ, ഡാൻസ്, സംഗീത മേഖല. നിങ്ങൾ നമ്മുടെ നാട്ടിലൊരു സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട പേരുകൾ 10-15 ആൾക്കാരുടെ മുൻനിരയിലുള്ള ആളുകളുടെ പേരുകൾ വായിച്ചു നോക്കൊണ്ടി. അതിലെ എത്രയോ ആളുകൾ, പകുതിയിലധികവും നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരായി. എന്താ ജോലി? നമ്മുടെ മക്കൾ പറയും, എന്താ ജോലി? ഞാൻ തിരക്കഥാകൃത്താണ്. എന്തിന്റെ? സിനിമന്റെ.
എന്താ ജോലി? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഏതിന്റെ? സിനിമന്റെ. എന്താ ജോലി? ഞാൻ മേക്കപ്പ് മാനാണ്. എന്തിന്റെ? പെണ്ണിന് ആണ് മേക്കപ്പ് ഇട്ട് കൊടുക്കുക. എന്റെ ജോലി അതാണ്. എന്താണ് ജോലി? ഞാൻ ഡാൻസ് മാസ്റ്ററാണ്. എന്തിന്റെ? സിനിമാറ്റിക് ഡാൻസിന്റെ കോറിയോഗ്രഫിയാണ്. എന്റെ കുട്ടിയുടെ വരുമാനാണത്. സഹോദരങ്ങളെ, ആരെ വീട്ടിൽ നിന്നാണ് ഈ പോണത്? ആരെ വീട്ടിൽ നിന്നാണ്? നമ്മുടെ വീട്ടിൽ നിന്ന്. എത്രയോ വർഷമായി നമ്മൾ ഖുതുബ കേൾക്കുന്നത്. നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ അവരെ തെരഞ്ഞെടുക്കുന്ന വഴിയാണ് ഒരു ബാഗും ഏതെങ്കിലും ഒരു മുടിയും കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് ഹെയർ ബാൻഡ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ എന്നിട്ട് പറയാൻ ഇതിന്റെ പാഷനാണ്. ഏത് പാഷൻ? ജീവിതത്തിൽ ഓരോ മനുഷ്യന്റെയും പാഷൻ അവനവന്റെ ഇഷ്ടത്തിന്റെ അപ്പുറത്ത് അള്ളാഹുവിന്റെ ഇഷ്ടം തെരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിമാകുക. നമ്മൾ എന്തുകൊണ്ടാ പള്ളിക്ക് ജുമാക്ക് വന്നത്? ഇതിന് എന്റെ കള്ളിഷാപ്പിൽ കുറെ ആൾക്കാരുണ്ടല്ലോ. പള്ളിയിലേക്ക് വരൽ എന്റെ തൃപ്തിയേക്കാൾ അപ്പുറം അള്ളാന്റെ തൃപ്തിയാണ്. ആ തൃപ്തി ആയതുകൊണ്ടാണ് നമ്മൾ ജുമാക്ക് ഇവിടെ എത്തുന്നത്. ഞാനൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നാട്ടിലെല്ലാ സിനിമാ മേഖലയിൽ നമ്മളെ കുട്ടികള്, എന്നിട്ട് തിരക്കഥാകൃത്തും നമ്മള്, ഡയറക്ടറും നമ്മള്. എന്താ കുട്ടിന്റെ ജോലി? അവന് ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറാണ്. എന്താ അതിന്റെ അർത്ഥം അറിയോ? ഞാൻ യുവാക്കളോട് പറയാം, മക്കൾ എന്താ അർത്ഥം എന്നറിയോ? നിങ്ങളുടെ വാപ്പാക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന മരുന്നില്ലേ, ആ മരുന്ന് പോലെ ഹറാമാകും. ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായതോ പരിപൂർണമായതോ മുക്കാൽ ഭാഗമോ ആയ നഗ്നത ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന, ബെഡ്റൂമിലെ രംഗങ്ങൾ ആളുകളുടെ മുന്നിൽ ടിക്കറ്റ് വാങ്ങി കാണിപ്പിച്ചു കൊടുക്കുന്ന, ജീവിതത്തിൽ മറ്റൊരാളുടെ ശരീരത്തിന്റെ നിമ്നോന്നത ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന അത്തരം സംവിധാനങ്ങളിൽ നമ്മുടെ വരുമാനാകുക എന്ന് പറഞ്ഞാൽ അതിന് മാത്രം വലിയ സങ്കടം എന്താണ്? പ്രവാചകന്റെ വാക്ക് സഹോദരിമാരോട് കൂടിയിട്ടാണ്. ഞാൻ ഉമ്മമാരോട് ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യത്തിലൊരു കാര്യം പറയാൻ. ശൈത്താൻ നിങ്ങളെ നന്നായി പിടിക്കും. ഉമ്മാരെ, ശൈത്താൻ നിങ്ങളെ നന്നായി പിടിക്കും. പ്രവാചകന്റെ വാക്ക് ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. ലഹ്മു നബത മിൻ സുഹത്തിൻ, ഒരാളുടെ ശരീരത്തിൽ അല്ലാഹു നിരോധിച്ച സമ്പത്ത് വന്നാൽ അന്നാറു ഔലാ ബിഹി, നരകമാണ് അവൻ ഒന്നാമത്തെ അർഹത. ഇതെന്തേ ഉമ്മാരോട് പറയാൻ കാരണം? ഉമ്മാരെ എല്ലാവരും ശ്രദ്ധിക്കണ്ടോ? നമ്മുടെ കുട്ടി ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നന്നായി പാടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരമൊക്കെ പ്രദർശിപ്പിച്ച് എവിടുന്നെങ്കിലും ഒരു കോള് വന്ന്, എന്നിട്ട് അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ഒരു സിനിമന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഷോർട്ട് ഫിലിമിലേക്ക് വിളിക്കുമ്പോൾ അതിൽ നമ്മൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞയച്ച്, എന്നിട്ട് അവരുടെ ഇന്റർവ്യൂല് എല്ലാവരും എതിർത്തപ്പോൾ എന്റെ ഉമ്മയായിരുന്നു എനിക്ക് സപ്പോർട്ട്. ഉമ്മ ഇങ്ങനെ സലഫി മഫ്തിട്ട് ഉമ്മ ഇങ്ങനെ പൊന്തുക. എന്തിനമ്മാരെ പൊന്തുന്നത്? ഏത് കാര്യത്തിനാ പൊന്തുന്നത്? എന്റെ കുട്ടി ഖുർആൻ പകുതി ഹിഫ്ളാക്കി എന്നുള്ള കാര്യത്തിനാണോ? നാട്ടിലത്തെ മുഴുവൻ ആൾക്കാരും തോന്നിയാസം ചെയ്തപ്പോ എന്റെ കുട്ടി ചെയ്തില്ല എന്നാണ്? അല്ല. പിന്നെയോ, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ അഴിഞ്ഞാടുന്നത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന കൂട്ടത്തിൽ എന്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിച്ചു. നാളെ മുതൽ അവളുടെ വരുമാനം അതാണ്. അങ്ങാടിയിൽ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചതിന്റെ വരുമാനമാണ് എന്റെ കുട്ടിക്ക്. അത് നിങ്ങളെ കുട്ടി ആളാകാൻ വേണ്ടിയിട്ട് മീഡിയന്റെ മുന്നിൽ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അഭിമാനാകുക? വാപ്പാരന്മാരെ ശ്രദ്ധിക്കണം. ഞാൻ എന്റെ മക്കളോട് പറഞ്ഞത്, പുതിയ കാലം ഇതിനൊക്കെ നിസ്സാരമാക്കി പോകാൻ. അതാ അല്ലാഹ് പറഞ്ഞത്, റസൂൽ പറഞ്ഞത്, ലാ യുബാലി അൽ മർഉ, മനുഷ്യന്മാര് പരിഗണിക്കും. നിങ്ങൾ എന്താ പറയുക? വീഡിയോ ക്ലിപ്പ് ഉണ്ട്, പാഷന്റെ പിന്നാലെയാണ്. നമ്മൾ ഓരോ മനുഷ്യനും പാഷന്റെ പിന്നാലെ പോകണം. നമ്മളും പാഷന്റെ പിന്നാലെയാണ്. പക്ഷെ അതിന്റെ മുകളിൽ അള്ളാഹുവിന്റെ ഒരു പാഷൻ ഉണ്ട്. അതാണ് ഇന്ന സ്വലാത്തി വനുസ്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, എന്റെ പാഷനുണ്ട്, പക്ഷെ എന്റെ ജീവിതവും മരണവും ഒക്കെ നീ പറയുന്നതനുസരിച്ചാണ്. എന്റെ പാഷന്റെ മുകളിൽ നിന്റെ ഒരു പാഷനുണ്ട്, നിന്റെ ഒരു തീരുമാനമുണ്ട്. അവിടേക്ക് വരണം. ഏറ്റവും പ്രധാനമാണ് സഹോദരിമാരോട്, പെൺകുട്ടികളോട്, നിങ്ങൾ ഏറ്റവും നന്നായി പഠിക്കുന്നവരാണ് നിങ്ങൾ, ആൺകുട്ടികളെ പോലെ അതിനേക്കാൾ ഒരു വേള ഖൈറുണ്ടാകണം. ഈ നാട്ടിൽ ഉന്നതമായ പഠനത്തിൽ മുന്നിൽ പെൺകുട്ടികളെ നിങ്ങൾ ഉണ്ടാകണം. പക്ഷേ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന കോഴ്സ് എന്താകരുതെന്നറിയോ? പടച്ചോ നിരോധിച്ചൊരു മേഖലയാകരുത്. അതെന്താണ്? ബാക്കിയുള്ളവരുടെ പുരികൊക്കെ പ്ലക്ക് ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ളവരുടെ ശരീരത്തിൽ പച്ച കുത്തി കൊടുക്കുക, ബാക്കിയുടെ ശരീരത്തിന്റെ മാരടങ്ങൾ ബാക്കിയുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ അവരെ അണിയിച്ചൊരുക്കി കൊടുക്കുക, എന്നിട്ട് അവരുടെ ശരീരത്തിലൊക്കെ മുടികളിൽ വ്യത്യസ്തങ്ങളായ കളകളൊക്കെ ആക്കി കൊടുക്കുക. നമ്മുടെ വരുമാന മാർഗം അതാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താ എന്റെ കുട്ടിന്റെ വരുമാനം? ഗാനമേള ട്രൂപ്പ് പോയി പാടുക, എന്റെ കുട്ടിന്റെ വരുമാനമാണത്. എന്റെ കുട്ടിന്റെ വരുമാനം എന്താണ്? ബാക്കിയുള്ള എന്റെ നാട്ടിലുള്ള പെൺകുട്ടികളെ പുരുഷന്മാരുടെ മുന്നിൽ ഏറ്റവും നന്നായി അണിയിച്ചൊരുക്കി അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ അവർക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ കുട്ടിന്റെ വരുമാനം. അതെങ്ങനെ കൂട്ടരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാകുക? ഞാൻ പറഞ്ഞു, 1000 കോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ 950 നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ശൈത്താൻ എന്താ കാണിക്കറിയോ?
ഇത് പറ്റൂലല്ലേ, അത് പറ്റൂലല്ലേ, അത് പറ്റൂലല്ലേ. ഇവിടെ ഇരിക്കുന്ന ഓരോ ബിസിനസ്സുകാരോട് നിങ്ങൾ ചോദിക്കും, ബിസിനസ് മാത്രം ഈ നാട്ടിൽ എത്ര ഉണ്ട്? ബിസിനസ് മാത്രം 10,000 ബിസിനസ് ഉണ്ട്. അതിക്ക് നമുക്ക് അനുവദനീയല്ലേ? എത്ര ഉണ്ട് കൂട്ടരെ? ഗവൺമെന്റ് ജോലിക്കാരോട് ചോദിക്കും, എത്ര ഗവൺമെന്റ് ജോലി ഉണ്ട്? 10,000 അതല്ലാത്ത 10,000 ജോലിയില്ലേ? അതിൽ അള്ളാഹ് നിരോധിച്ചൊരു 8-10 ഉണ്ട്. ഇതിലേക്ക് മാത്രം ശൈത്താൻ കൊണ്ടുപോകും. എന്നിട്ട് നമ്മളെ കുട്ടികളുടെ മനസ്സിൽ അപ്പൊ അത് പറ്റൂലല്ലേ? ഏത് സിനിമ പറ്റൂല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ദീനെതിരാണ്. അങ്ങാടിയിൽ പോയിട്ട് ഗാനമേള ട്രൂപ്പ് പോയിട്ട് പാടിയിട്ട് അതിന്റെ പൈസ കൊണ്ട് ജീവിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അള്ളാഹു നിരോധിച്ച മേഖലയാണ്. അല്ല, ആർക്കാ സംശയം? അതിൽ നമ്മൾക്ക് വരുമാനം ഉണ്ടാകരുത്. നിങ്ങളുടെ നാട്ടില് ഏതെങ്കിലും ഒരു ഡയറക്ടർ ചെറുതായി വരുമ്പോഴേക്കും നമ്മുടെ വക സ്വീകരണം, SSLCക്ക് ഫുൾ A+ കിട്ടിയവനും ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർക്കും മുസ്ലിമീങ്ങളുടെ സ്വീകരണം ഉണ്ടാകരുത് കൂട്ടരെ. അതുണ്ടാകരുത്. തെറ്റിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ടാകരുത്. ദയവ് ചെയ്ത് പറയാൻ, ഒന്നാമത്തെ മക്കളോടും ബാപ്പാടുമാടും നമ്മുടെ കുട്ടികൾ +2 മുകളിലേക്കാകട്ടെ, 10ാം ക്ലാസ്സിന് ശേഷമാകട്ടെ, ഡിഗ്രിക്ക് ശേഷമാകട്ടെ, തെരഞ്ഞെടുക്കുന്ന വഴി, അതുവഴി ലഭിക്കുന്ന ജോലി പടച്ചോൻ ഇഷ്ടപ്പെട്ട വരുമാന മാർഗമാകണം എന്ന ഉറപ്പുണ്ടാകണം. അല്ലാത്ത മേഖലയിൽ നിന്ന് മാറിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി, രണ്ടെന്താ അറിയോ? നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്ന സ്ഥലം അവർ തെറ്റിപ്പോകുന്ന സ്ഥലമല്ല എന്ന് പരമാവധി ഉറപ്പുവരുത്തണം. ഒന്നുകൂടി പറയാൻ, നമ്മുടെ മക്കൾ കേരളത്തിലാകാം, കേരളത്തിന് പുറത്താകാം, വിദേശത്താകാം, ഒക്കാകാം, അവിടെ നമ്മൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന അത്രയും അന്വേഷിച്ചുറപ്പ് വരുത്തി നമ്മുടെ കുട്ടിക്ക് വഴിതെറ്റിപ്പോകാത്തൊരു സാഹചര്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതെന്തുകൊണ്ടാണ് രക്ഷിതാക്കൾ ഇങ്ങനെ ഇപ്പൊ പറയണറിയോ? എത്രയോ രക്ഷിതാക്കൾ ഒരു അധ്യാപകൻ നിലക്ക് പറയണം, അധ്യാപകൻ എന്ന നിലക്ക് പറയണം. എന്താ പറയോ? മൗലവി മാഷേ, 10ാം ക്ലാസ് വരെ എന്റെ കുട്ടി നല്ല കുട്ടിയേനി, അവിടെ പോയതിനു ശേഷം +2 വരെ എന്റെ കുട്ടി കുഴപ്പമില്ലാത്ത കുട്ടിയേനി. ആ ചങ്ങായിമാര് അവിടുന്ന് ഓനെ കൂട്ടം കൂടിയതിനു ശേഷം എന്റെ പെൺകുട്ടി എന്നോട് ചോദിക്കാതെ അങ്ങാടിക്ക് ഇറങ്ങൂല. ഇപ്പണ്ട് നാട്ടുകാർ പിടിച്ചാണ്ട് കൊണ്ടുവരുന്ന് അവൾക്ക് അവൾ ഇവിടെ നിന്ന് അവിടേക്ക് പോയതിനു ശേഷം, സഹോദരങ്ങളെ, ശ്രദ്ധിച്ചാൽ പോലും നോക്കിയാൽ പോലും നമ്മുടെ കൺട്രോളിൽ കിട്ടാത്ത കാലാണ്. അവിടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം പരമാവധി അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന നല്ല സ്ഥാപനമാണ്. ബാപ്പാരെ നിങ്ങളുടെ നേതൃത്വത്തിൽ ഉറപ്പുവരുത്തണം. ഇതിലേക്ക് ഞാൻ ബാപ്പാരോട് പറയാൻ കാരണം, ഉപ്പാരെ നമുക്ക് ഇതിലൊരു ശൈത്താനിയത്തുണ്ട്. അതെന്താ അറിയോ? നമ്മുടെ സ്ഥാപനത്തിലെ നല്ലീന് മാത്രം പോകുക. കുട്ടിന്റെ PTA മീറ്റിങ്ങിനൊക്കെ ഉമ്മാനെ വിടും. കാരണം അവിടുന്ന് ചീത്തട്ടാനാണ് സാധ്യത എന്ന് അറിഞ്ഞിട്ട് നമ്മൾ മുങ്ങും. നമ്മളൊരു മീറ്റിങ്ങിനും പോകൂല, ഒരു അഡ്മിഷനും പോകൂല, ഒന്നിനും പോകൂല. ആ കുട്ടി എങ്ങാനും പഠിച്ചു വലുതായി A+ ഇട്ടേക്കാണ്, ചങ്ങായിന്റെ നല്ല കാറും കൊണ്ടാണ്ട് A+ന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി മുന്നിൽ നമ്മള്. എന്നിട്ട് അവിടെ പോയിട്ട് പെണ്ണുങ്ങളോട് ഓൾക്കല്ലെങ്കിൽ A+ കിട്ടും, ഇന്റെ ബുദ്ധിയാണ് അറിയും. അതുവരെ ഓളെ ബുദ്ധിയായിരിക്കും, തോൽക്കണവരെ കിട്ടണവരെ നമ്മളെ ബുദ്ധിയാവും. ഒരു കുട്ടിനെ ഒരു കോഴ്സിന് പറഞ്ഞേക്കും, ബാപ്പാരെ നമ്മളേക്കല കായില്, നമ്മളേക്കലാണ് വണ്ടില്, നമ്മളെ ചങ്ങായിമാരെങ്കിലും കൂട്ടിയിട്ടൊന്ന് പോകുക, എന്നിട്ട് അന്വേഷിക്കുക. എന്താ അറിയോ? എടുത്ത് നമ്മുടെ കുട്ടിക്ക് 5 വക്ത് നിസ്കരിക്കാൻ അവിടെ സൗകര്യമുണ്ടോ? ഹോസ്റ്റലിൽ സൗകര്യമുണ്ടോ? നമ്മുടെ പെൺകുട്ടിക്ക് ഇസ്ലാമിക വേഷം ധരിക്കാൻ അവിടെ സൗകര്യമുണ്ടോ? വെള്ളിയാഴ്ച ഒന്ന് ജുമാക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇസ്ലാമികമായ ഖുതുബ കേൾക്കാൻ സൗകര്യമുണ്ടോ? ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കുട്ടിനെ കൊണ്ടുപോയി ചേർത്തിയാൽ, ഞാൻ ഹൃദയത്തുനിന്ന് ചോദിക്കാൻ, ഈ അങ്ങാടിയിൽ 10-45 വയസ്സായ നമ്മള് ഈ പള്ളിയിലൊക്കെ വന്നിട്ട് പോലും 10 മിനിറ്റ് അങ്ങാടി നിന്നാൽ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത എത്ര ഉണ്ട് നമ്മക്കറിയില്ല. വാപ്പാരെ ഉമ്മാരെ നമ്മക്കറിയില്ലേ? ഇത്രയൊക്കെ ദീന് കേട്ട നമ്മൾക്ക് ഈ പ്രായമെത്തിയിട്ടും 4 ദിവസം അടുപ്പിച്ച് അങ്ങാടിയിൽ ജമാഅത്തിന് പോകാതെന്നാൽ എത്ര നമ്മൾ പഴച്ചു പോകും നമുക്കറിയാം. ഇത് ആ പ്രായം നാടിന്ന് വിടുക, എന്നിട്ടോ അവരുടെ ഒരു ഗ്യാങ് ഉണ്ടാകുക. അവിടെ ദീനും കൂടി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടികൾ ജീവിക്കാൻ നമുക്കറിയാം. നിരീശ്വരവാദിയായി വരുന്ന എത്രയോ മക്കൾ, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുസ്ലിമാണ്, വീട്ടിലേക്ക് 4 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഓൻ പറയാൻ, എന്തിനാ നിസ്കാരം, എന്തിനാ നോമ്പ്, അല്ലെങ്കിൽ എന്തിനാണ് മഴയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാ അള്ളാഹിനോട് ചോദിക്കുന്നത്? വെള്ളം ഘനീഭവിച്ച് നീരാവിയായി മഴവെള്ളമായി വർഷിക്കുന്നതിന് എന്തിനാ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നത്? ഓന്റെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിയുള്ള ചോദ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢിത്താണെന്ന് അറിയില്ല. അറിയണമെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ടവന് ജീവിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമിക വേഷം ധരിക്കാനും ജുമാക്ക് പോകാനും നിസ്കരിക്കാനും പറ്റുന്ന ക്യാമ്പസിലേക്കാണ് വിടുന്നത്. സഹോദരങ്ങളെ, ഞാൻ ഇന്നും ആലോചിക്കാൻ, ഒരു ക്യാമ്പിൽ 3 പെൺകുട്ടികൾ എഴുന്നേറ്റുന്നത് പറഞ്ഞത്, ഞങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളെ സ്ഥാപനത്തിൽ
ളുഹറും അസറും നിസ്കരിക്കാനും സൗകര്യമില്ല. സഹോദരങ്ങൾ, ആ ബാപ്പിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 3 കുട്ടികളാണ്, 8ലും 9ലും 10ലൊക്കെയാണ് അവർ പഠിക്കുന്നത്. പക്ഷെ അതിന്റെ മുതിർന്ന ക്ലാസ്സുകളിലും പഠിക്കുന്ന എത്രയോ കുട്ടികൾ നമ്മളവരെ കൊണ്ടുപോയി ചേർത്തി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേർത്തി. പക്ഷെ അവിടെ നിസ്കരിക്കാൻ സൗകര്യമില്ലെങ്കിൽ ആ കുട്ടി സർട്ടിഫിക്കറ്റുമായി തിരിച്ചു വരുന്നതിനിടയിൽ ഒരു ആക്സിഡന്റ് പറ്റി മരിച്ചാൽ ആ സർട്ടിഫിക്കറ്റിന് A4 ഷീറ്റിന്റെ വില ഉണ്ടാകുള്ളൂ. നിസ്കരിക്കാത്തൊരു കുട്ടി പരലോകത്ത് അല്ലാഹുവോട് എന്താ പറയോ? കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ പോലെ ആതീഹിം ളിഅഫൈനി മിനൽ അദാബ്, പടച്ചോനെ എന്റെ ബാപ്പിയും നിസ്കാരം ഒഴിവാക്കിയില്ല, പക്ഷേ അവർ പഠനത്തിന് വേണ്ടി എന്നെ കൊണ്ടുപോയി ചേർത്ത സ്ഥലം നിസ്കരിക്കാനോ ദീനിയായി ജീവിക്കാനോ ജുമഅക്ക് പോകാനോ പോലും പറ്റാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി. അവിടുന്നാണ് ഞാൻ ഹാൻഡ്സ് വെക്കാൻ തുടങ്ങിയത്, അവിടുന്നാണ് ഞാൻ നിസ്കാരം ഒഴിവാക്കാൻ തുടങ്ങിയത്, അവിടുന്നാണ് ഞാൻ തോന്നിവാസം തുടങ്ങിയത്. അതിലെന്റെ വാപ്പാനി ഇമ്മാനി കാരണുണ്ട് പടച്ചോനെ. അവരെന്നെ നല്ലപോലെ പറഞ്ഞയച്ചിട്ട് ഞാൻ പഴച്ചതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഞാൻ ബാക്കിയെല്ലാം അന്വേഷിച്ചു. പക്ഷെ എന്റെ കുട്ടി പഠിക്കുന്ന സ്ഥാപനം ദീനിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥാപനം അല്ല എന്നറിഞ്ഞിട്ടും ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിരീശ്വരവാദിയാകുന്നതിനും അവൻ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനും നമ്മൾ കാരണക്കാരായിക്കൂടാ സഹോദരങ്ങൾ. അതുകൊണ്ട് നല്ല ഇസ്ലാമികമായി അല്ലാഹു ഹലാലാക്കിയ മേഖലയിൽ നമ്മുടെ മക്കൾ ഉയർന്നു പഠിക്കണം. നല്ല സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോകണം. അവിടെ ഇസ്ലാം കാത്തു സൂക്ഷിക്കുന്ന നല്ല അന്തരീക്ഷവും നല്ല കാലാവസ്ഥയും നല്ല ജോലിയും അവർക്ക് ലഭിക്കണം. അതിന് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ തന്നെ കൂടിയാലോചിച്ച് ഇസ്ലാമികമാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഞാൻ തുടർ പഠനത്തിനു വേണ്ടി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളോട്, നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹലാലായ മാർഗത്തിൽ നല്ല അന്തരീക്ഷമുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ചേരാം. ആ കൂട്ടത്തിൽ മതപരമായി പഠിക്കാനും ഇതേപോലെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതികമായ ജോലിയോടൊപ്പം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും കൂടി താല്പര്യമുള്ള എത്രയോ മക്കൾ ഉണ്ട്. രക്ഷിതാക്കൾ അത്തരം മക്കളെ കൂടി പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറയുന്നത് വളരെ പ്രാധാന്യത്തിലാണ്. എന്താ പ്രാധാന്യം എന്ന് വെച്ചാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇത് ഞാൻ വിദ്യാർത്ഥികളോട് കൂടിയായിട്ട് പറയണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബാക്കളോട്, കൂടെയുള്ള സഹാബാക്കളോട് അവരുടെ ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടി പറയുന്നു. നിങ്ങൾ ആഗ്രഹം എന്ന് പറയുന്നു. അപ്പൊ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഒരു സഹാബി അദ്ദേഹത്തിന്റെ ആഗ്രഹം പറയണം. എന്റെ ആഗ്രഹം, അത്തമന്ന ലൗ അന്ന ലി ഹാദിഹി ദാർ മംലൂഅത്തുൻ ദഹബൻ അൻഫിഖുഹു ഫീ സബീലില്ലാഹ്. എനിക്ക് ഈ വീട് മൊത്തം സ്വർണം വെള്ളിയൊക്കെ നിറഞ്ഞു നിൽക്കുക, എന്നിട്ട് ആ വീട് മൊത്തമുള്ള സ്വർണം വെള്ളി അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുക. ഇതിന്റെ ഭയങ്കര സ്വപ്നമാണ്. എന്നിട്ട് അതുവഴി സ്വർഗത്ത് പോവുക. ഉമർ ഖത്താബ് റളിയല്ലാഹു അടുത്ത ആളോട് ചോദിച്ചു, നിങ്ങളെ സ്വപ്നം പറയാൻ എന്താണ്? സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്ത് സ്വപ്നം പറയാം. ഇപ്പൊ സഹാബാക്കൾ സ്വാഭാവികമായിട്ട് പരലോകവുമായി ബന്ധപ്പെട്ട പറയാൻ. ഇപ്പൊ രണ്ടാമത്തെ ആള് പറഞ്ഞു, ലൗ അന്നഹാ മംലൂഅത്തുൻ ലുഅ്ലുഅൻ വസബർജദൻ വജൗഹറൻ അൻഫിഖുഹു ഫീ സബീലില്ലാഹി വതസദ്ദഖ്. ഈ വീട് മുഴുവൻ, അവൻ പറഞ്ഞ ആ വീട് മുഴുവൻ മരതകങ്ങളും വൈരങ്ങളും വജ്രങ്ങളും നിറഞ്ഞു നിൽക്കുക. എന്നിട്ട് ഞാൻ അള്ളാന്റെ മാർഗത്തിൽ അത് ദാനധർമ്മം ചെയ്ത് അതുവഴി സ്വർഗത്ത് പോവുക. അങ്ങനെ ഉമർ ഖത്താബ് ഓരോരുത്തരോടും ഇങ്ങനെ പറഞ്ഞപ്പം ലാസ്റ്റ് അവർ ചോദിച്ചു, അല്ലയോ ഉമർ അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ സ്വപ്നം എന്താണ്? താങ്കളുടെ ആഗ്രഹം എന്താ? അപ്പൊ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞ വാചകം, അത്തമന്ന, ഞാൻ ആഗ്രഹിക്കുന്നു, ലൗ അന്ന ഹാദിഹി ദാർ മംലൂഅത്തുൻ റിജാലൻ, ഈ നാട് മൊത്തം, ഈ വീട് മൊത്തം, ഈ അങ്ങാടി മൊത്തം നിറഞ്ഞു നിൽക്കണം. ആരെക്കൊണ്ട്? മിസില അബി ഉബൈദ ഇബ്നു ജറാഹ് വമുആദ് ഇബ്നു ജബൽ വസാലിം മൗല ഇബ്നു ഹുദൈഫ വഹുദൈഫത്തുൽ യമാനി. ഈ പറയപ്പെട്ട സഹാബാക്കളെ പോലെയുള്ള ആളുകളെ കൊണ്ട് എന്റെ നാടും എന്റെ അങ്ങാടിയും ഒക്കെ നിറഞ്ഞു നിൽക്കണം. അവർ വഴി അള്ളാഹുവിന്റെ കലിമത്ത് ഈ നാട്ടിൽ ഉയർന്നു നിൽക്കണം. എന്താ ഉമർ ഖത്താബിന്റെ സ്വപ്നം അറിയോ?
നബിന്റെ സഹാബാക്കളിൽ അള്ളാഹുവിന്റെ ദീൻ ശരിക്കാളുകൾക്ക് പറഞ്ഞു കൊടുത്ത സഹാബാക്കളാണ് ഇവർ. ഇവരെ പോലെയുള്ള യുവാക്കൾ ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കണം. അതുവഴി ഈ നാടിന് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടണം. നമുക്കുള്ള 4ഉം 5ഉം മക്കൾ, ഞാൻ പറയുന്ന മക്കളുടെ യുവാക്കളുടെ മക്കളെ, നമ്മൾ പല ആളുകളുടെയും വാക്കുകൾ സ്റ്റാറ്റസ് ആക്കാറില്ല. ആ സ്റ്റാറ്റസ് നമ്മൾ എന്തുകൊണ്ടാണ് ആക്കുന്നത്? അവരുടെയൊക്കെ നല്ല വാക്കുകൾ നമ്മൾ സ്റ്റാറ്റസ് ആക്കണത്. അതുപോലെ ഏറ്റവും നല്ല വാക്കുകൾ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കല്ലേ. നമുക്കും അങ്ങനെയൊക്കെ ആകാം. ഇന്ന് വെള്ളിയാഴ്ച പള്ളി മിമ്പറിൽ ഖുത്ബ പറയുന്ന, കേരളത്തിലെ ഇസ്ലാഹി പള്ളികളിൽ ഖുത്ബ പറയുന്ന 1000 ഖത്തീമാരുണ്ടെങ്കിൽ നിങ്ങൾ 1000 ഖത്തീമാരോട് ചോദിച്ചോക്കോണി, അവരിൽ ഒരു 500 600 ഖത്തീമാർ ഗവൺമെന്റ് ജോലിക്കാരായിരിക്കും. ഖത്തീബാണ്, ഗവൺമെന്റ് ജോലിയാണ്. എങ്ങനെ രണ്ടും ഒന്നിച്ച് നടന്ന്? ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഭൗതികമായി മുന്നോട്ട് വരുമ്പോൾ അള്ളാഹു ഭൗതികവും ആഖിറവും നൽകും. ഇതെന്തിനാ ഞാൻ ഇങ്ങനെ പറയണറിയോ? നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ട്. ആ ധാരണ, ഒരാൾ 10ാം ക്ലാസ്സിനോ +2-നൊക്കെ ശേഷം മതപരമായിട്ട് പഠിക്കണം മറ്റുള്ളവരെ പോലെ എന്ന് തീരുമാനിച്ചാൽ അവന് പിന്നെ ഒരു ജോലി ഉണ്ടാവില്ല. അങ്ങനെ ഒന്നും പറ്റാത്തവരാണ്. അല്ല സൗങ്ങളെ, ഈ മിമ്പർമുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഖത്തീമാരും അവർ ജോലിയുള്ളവരാണ്, അവർ ഉദ്യോഗാർത്ഥികളാണ്, അവർ ഖുത്ബ പറയുന്നവരാണ്, അവർ ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നവരാണ്. രണ്ടും ഒന്നിച്ച് കിട്ടുന്നവരാണ്. ഞാൻ യുവാക്കളോട് പറയാൻ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്ക് താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ നമ്മൾ ഒരു കുട്ടികളെങ്കിലും സൗങ്ങളെ അങ്ങനെ വളർത്താൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ പറഞ്ഞ എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ നാട്, നമ്മുടെ ഈ മഹല്ല് കേരളത്തിലെ ബാക്കി ഒരു മഹല്ലും പോലല്ല. കേരളത്തിൽ ഒരൊറ്റ നാടിനും കിട്ടാത്ത തഫ്സീറുകൾക്ക് പിറവിയെടുത്ത നാടാണ് നമ്മളെ നാട്. കേരളത്തിൽ ഒരൊറ്റ നാട്ടിലും അടുക്കിക്കൂട്ടിയാൽ അടുക്കി എണ്ണാൻ കഴിയാത്തത്ര വിധം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട നാടാണ് നമ്മുടെ നാട്. അത്രയും ത്യാഗോജലന്മാരായ പണ്ഡിതന്മാർ ജനിച്ച് വളർന്ന് വീട് ഈ നാട്ടിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. ആ നാട്ടിലാണ് നമ്മളെ മക്കളും ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ഇവിടെ ആളുകൾ പിച്ച് ചീന്തുമ്പം മുന്നിൽ നിന്നിട്ട് ആയത്തോതി മുന്നിൽ വന്ന് പറയാൻ നമ്മുടെ കുട്ടി ഉണ്ടാകണം. മിമ്പർമണ്ടാണെന്നില്ല, മുന്നിൽ ഉണ്ടാകണം. അവർക്ക് ദീൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ കൂടി താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിനകത്തും പുറത്തും അതിനുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം. ഞാനൊരു വാചകം, നമ്മുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്യത്തിന് അള്ളാഹു നൽകിയ മറുപടി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നമ്മൾ ഈ ദീനൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് വരുമാനം കുറവാന്നൊക്കെ പറഞ്ഞേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു കുട്ടി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഖുർആനും ഹദീസൊക്കെ, അതോടൊപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ ചെയ്യാം, ഖുർആൻ ഹദീസും പഠിക്കണം. സ്വാഭാവികമായിട്ട് ഒരു ഉമ്മാന്നുള്ള നിലക്ക് അവനോട് പറഞ്ഞു, ഓ പറ്റൂല, നമുക്ക് വരുമാനം ഉണ്ടാവില്ല. ആ ചൂടാകണത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. റസൂൽ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. നബിനോട് പറഞ്ഞു, നബിയെ, അവനിങ്ങനെ ദീന് പഠിക്കണം എന്നൊക്കെയാ പറയണത്. അങ്ങനെ പഠിച്ചാൽ അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ പട്ടിണിയാണ്, പിന്നെ പട്ടിണി ഏറുക എന്നല്ലാതെ എങ്ങനെ ഉണ്ടാകുക? അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകാണ് സ്വങ്ങളെ ഏറ്റവും മനോഹരം. റസൂലുള്ളാഹിന്റെ വാക്കെന്താ അറിയോ? ഫഖാല ലഅല്ലക തുർസഖു ബിഹി, അവനെ കൊണ്ടാണ് കേട്ടോ അള്ളാഹു ഈ വീടും നിന്റെ കുടുംബത്തെയും ഇപ്പോൾ പട്ടിണി കിടക്കാതെ നിലനിർത്തുന്നത്. ആ കുട്ടിന്റെ നല്ല ചിന്ത കൊണ്ടാട്ടോ പടച്ചോൻ ഈ വീട് നിലനിർത്തുന്നത്. അള്ളാഹു കൈവിടൂലടാ. ഉമ്മ അങ്ങള് ബേജാറാണ്ട, നാട്ടുകാർ പറഞ്ഞ പോലെയല്ല. ഞാൻ എന്തിന്റെ സോങ്ങൾ ഇത് പറഞ്ഞറിയോ? കോഴ്സുകൾ തെരഞ്ഞെടുക്കുമ്പം താല്പര്യമുള്ള മക്കളെ ആ വഴിയിലൂടെ കൂടി ബിസ്മിൻ ചൊല്ലി ഖുർആനുമായി ബന്ധപ്പെട്ട് ഹദീസുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള മക്കളെ അതുവഴിയും നമ്മൾ പറഞ്ഞയക്കണം. അതിന് വരുമാനം കുറയും എന്ന് നാട്ടുകാർ പറയുന്നത് കളവാണ്, അല്ല. അതിന്റെ തെളിവാണ് പറഞ്ഞ് കേരളത്തിൽ ഇന്ന് മിമ്പറിലുള്ള 1000 ഖത്തീബുമാരിൽ 500-ലധികം ഖത്തീബുമാരും ഗവൺമെന്റ് ജോലിക്കാരാണ്. അവരെങ്ങനെയാണ് ഖുത്ബ പറയലും ഗവൺമെന്റ് ജോലിയും കിട്ടിയേ? അള്ളാഹു കൊടുക്കുന്ന സമ്മാനാണ്, വേറൊന്നുമല്ല. അള്ളാഹ് കൊടുക്കുന്ന സമ്മാനാണ്. ഹിഫ്ദ് പഠിച്ചൊരു കുട്ടിക്ക് 10ാം ക്ലാസ്സും +2 അവനോട് ചോദിച്ചു, ബാക്കിയുള്ളവർ പഠിക്കുന്നതിനേക്കാളും ഗംഭീരമായി അവന് പഠിക്കാൻ കഴിയും. അത് അള്ളാഹു അവന്റെ ബുദ്ധി കൊടുക്കുന്ന കഴിവാണ്. അവിടേക്ക് നമ്മളിൽ ഒരു കുട്ടിയെങ്കിലും, ആൺകുട്ടിയോ പെൺകുട്ടിയോ, പറഞ്ഞയക്കാനുള്ള സാഹചര്യം നമ്മുടെ ചുറ്റുപാടുണ്ട്. അതുകൂടി പരിഗണിക്കണം എന്നുകൂടി പറയാണ്. 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, മക്കളെ, മാതാപിതാക്കളെ വീട്ടിൽ ചർച്ച ചെയ്യുമ്പം
നമ്മൾ തെരഞ്ഞെടുക്കുന്ന കോഴ്സിന്റെ അവസാനം നമ്മൾക്ക് ലഭിക്കുന്ന ജോലി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ജോലിയാകുന്നത് അതേ കോഴ്സേ തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അത് ആയിരക്കണക്കിനുണ്ട്, അത് തെരഞ്ഞെടുക്കുക. ഹറാമായ വഴിയിലേക്ക് പോകരുത്. രണ്ടാമത്തേത്, നമ്മുടെ മക്കളെ കേരളത്തിനകത്തോ പുറത്തോ വിദേശത്തോ എവിടെ പഠിപ്പിക്കുമ്പോഴും നമ്മൾക്ക് പറ്റാവുന്ന അത്രയും അവിടെ അന്വേഷിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമിക വേഷം ധരിക്കാനും നിസ്കരിക്കാനും ജുമാക്ക് പോകാനും ഇസ്ലാമികമായി ജീവിക്കാനും പറ്റുന്ന നല്ല അന്തരീക്ഷമാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പറഞ്ഞയക്കേണ്ടത്. അല്ലെങ്കിൽ നന്നായി പോയവർ പിന്നീട് നമ്മൾക്ക് സങ്കടമായി തിരിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടാകും. അതുണ്ടാകരുത്. 3, മതപരമായ പഠനത്തിന് കൂടി താല്പര്യമുള്ള മക്കളെ ആ വഴിക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവരാണ് നമ്മുടെ വീടിന്റെ വിളക്കായി മാറുക. അത് വരുമാനത്തിനൊരിക്കൽ പോലും കുറവ് വരുത്തുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. അതുകൂടി നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അംബിയ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾ നന്നായി പഠിക്കാനും ഹലാലായ മാർഗത്തിലുള്ള ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കി ഹലാലായ സമ്പാദ്യത്തിലേക്ക് എത്തിച്ചേരാൻ നാഥ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, നാഥ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗസംബന്ധമായി വലിയ ബുദ്ധിമുട്ടുന്ന ആളുകൾ, സാമ്പത്തികമായി നല്ലാത്ത ഞെരുക്കമുള്ള ആളുകൾ, നാഥ നീ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കോ ബിദ്അത്തോ ഖുറാഫാത്തോ ഇല്ലാത്ത ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ എല്ലാവരെയും അംബിയ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.